Hello friends, മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഐഫോണിൻ്റെ ഏറ്റവും പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള iPhone 12 സീരീസിനെ കുറിച്ചാണ്. iPhone 12 സീരീസ് എന്ന് പറയുമ്പോഴത്തേനും iPhone 12 മാത്രമല്ല, ഇതിൻ്റെ 4 മോഡലുകളാണ് നമുക്ക് ഈ ഒരു 12 സീരീസിലൂടെ ലഭിക്കുന്നത്. iPhone 12, iPhone 12 mini, iPhone 12 Pro, iPhone 12 Pro Max എന്ന് പറയുന്ന 3 മോഡലുകളാണ് നമുക്ക് ഈ ഒരു സീരീസിൽ കാണാൻ സാധിക്കുന്നത്. ആപ്പിൾ കമ്പനി ആദ്യമായിട്ടാണ് അവരുടെ ഒരു ഫോണിനകത്ത് 5G നെറ്റ്വർക്ക് സിസ്റ്റം കൊണ്ടുവരുന്നതും അതും അവരുടെ 12 സീരീസ് ഫോണുകളിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഈ 4 മോഡൽ ഫോണുകളിലും 5G നെറ്റ്വർക്ക് സപ്പോർട്ടഡ് ഫോണുകൾ തന്നെയാണ്. സോ ഈ ഒരു iPhone 12 സീരീസിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു iPhone 12 ഇവൻറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. സോ വീഡിയോ ഫുള്ളായിട്ട് കാണാം. സോ ഗൈസ്, കീപ് വാച്ചിങ്. ഇറ്റ്സ് മീ AshishTechy. വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് iPhone 12 സീരീസിനെ കുറിച്ചാണ്. iPhone 12 സീരീസിൽ ഞാൻ പറഞ്ഞ പോലെ 4 മോഡലുകൾ ഫോണുണ്ട്. 4 മോഡലുകൾ ഫോണിൽ തന്നെ നമുക്ക് 3 സൈസുകളിലായിട്ടാണ് ഫോണുകൾ ലഭിക്കുക. സോ ആദ്യം തന്നെ നമുക്ക് iPhone 12ലേക്ക് പോകാം. iPhone 12ൻ്റെ സൈസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.1 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ സൈസാണ് വരുന്നത്. അതേപോലെ തന്നെ iPhone 12 മിനിയിലേക്ക് വരികയാണെങ്കിൽ 5.4 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ സൈസാണ് വരുന്നത്. സോ നമുക്ക് ആ ഒരു iPhone 12 മിനിയെ നമുക്കൊരു കുഞ്ഞൻ ഫോണായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. കാരണം iPhone 12 സീരീസിനകത്ത് ഏറ്റവും കുഞ്ഞൻ ഫോണായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. iPhone 12 പ്രോയ്ക്കകത്തും iPhone 12 Pro Maxനകത്തും നമുക്ക് 6.7 ഇഞ്ചിൻ്റെ ഒരു ഹ്യൂജ് ഡിസ്പ്ലേ ആണ് നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഐഫോണിൻ്റെ ഇത്രയും നാളും ഇറങ്ങിയതിൽ വെച്ചും ഏറ്റവും നല്ലൊരു വലിയ ഫോൺ ആയിട്ട് നമുക്ക് ഈ 2 ഫോണുകളെയും കൂടി നമുക്ക് പറയാൻ സാധിക്കും. ഏതൊക്കെ കളർ വേരിയൻറ്റുകൾ ാണ് ഈ ഒരു iPhone 12 സീരീസ് ഫോണുകൾ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ബ്ലാക്ക്, ബ്ലൂ, വൈറ്റ്, അതേപോലെ തന്നെ ഗ്രീൻ, പ്രോഡക്റ്റ് റെഡ് എന്ന് പറയുന്ന ഒരു കളറും കൂടി വരുന്നുണ്ട്. സോ ഇത്രയും കളറുകളിലാണ് നമ്മുടെ ഈ ഒരു iPhone 12 സീരീസിലെ ഫോണുകൾ ലഭിക്കുന്നത്. നോർമലി ഐഫോണിൻ്റെ ഒരു പ്രീമിയം ലുക്കുള്ള കളറുകളാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ടച്ച് ഫീലും ഭയങ്കര അധികം ഇമ്പോർട്ടൻസ് ഐഫോൺ കൊടുക്കുന്നുണ്ട്. പിന്നീട് ഈ ഒരു ഫോണിൻ്റെ ഡിസൈനെ കുറിച്ച്, അല്ലെങ്കിൽ എല്ലാ ഫോണുകളും വെറൈറ്റി രീതികളിലാണ് പുതിയ പുതിയ മോഡലുകളിൽ ഇറക്കുമ്പോൾ ക്യാമറ ആയാലും മറ്റ് ഫീച്ചറുകളെല്ലാം വ്യത്യസ്തരമായിട്ടും മറ്റു ഫോണുകളിൽ നിന്നും ഒക്കെ ഒരു ഡിഫറൻസ് തോന്നിക്കുന്ന രീതിയിലുമാണ്. പക്ഷേ ഈ ഒരു ഫോണുകൾ വരുമ്പോൾ iPhone 11നെ കുറച്ച് സാമ്യപ്പെടുത്തിക്കൊണ്ടാണ് iPhone 12 സീരീസും വരുന്നത്. iPhone 11 ഒക്കെ വരുമ്പോഴത്തേനും ഒരു കർവ്ഡ് ഷേപ്പിലുള്ള ഒരു എഡ്ജുകളാണ് കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു ഫോണിന് വരുന്നത് ഒരു ബോക്സി ഫീല് കൊടുത്തുകൊണ്ടുള്ള ഒരു ഡിസൈനാണ്. സോ ബോക്സി ഫീൽ എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ ഐഫോണുകൾ ഉണ്ടായിരുന്നല്ലോ, ഒരു ബോക്സ് ടൈപ്പിലുള്ള, ഇപ്പം നിങ്ങൾക്ക് ഡിസ്പ്ലേ കാണുന്ന രീതിയിൽ അതേ ഡിസൈൻ പാറ്റേൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എങ്കിൽ പോലും കുറച്ച് വ്യത്യാസങ്ങൾ ഈ ഒരു പാറ്റേണിൽ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കുന്നതുമാണ്. നമ്മളിപ്പോൾ ഒരു ഫോൺ മേടിക്കുമ്പോൾ എത്ര മെഗാ പിക്സലിൻ്റെ ക്യാമറയാണെന്നൊക്കെ ചോദിച്ചു പോകുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ ഇവിടെ മെഗാ പിക്സലിനല്ല ഒരിക്കലും ആപ്പിൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഐഫോണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് iPhone 12ലും iPhone 12 മിനിയിലും വരുന്നെങ്കിൽ ട്രിപ്പിൾ ക്യാം സെറ്റപ്പ് നമുക്ക് iPhone 12 പ്രോയിലും iPhone 12 Pro Maxലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. iPhone 12, iPhone 12 മിനിയിലേക്ക് വരികയാണെങ്കിൽ 12 MB ഒരു മെയിൻ ക്യാമും അതേപോലെ തന്നെ 12 MB ഒരു വൈഡ് ലെൻസും നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ക്യാം സെറ്റപ്പിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അതൊരു സ്ക്വയർ ഷേപ്പിലാണ് ഈ ഒരു ക്യാം കൊടുത്തിരിക്കുന്നത്. iPhone 11ൻ്റെ ഏറ്റവും അടുത്ത സാമ്യം വരുന്ന ഡിസൈനുകളാണ് ഈ ഒരു ഫോണിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഇതിനകത്ത് ഡോൾബി വിഷൻ സപ്പോർട്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ 4Kയിൽ നമുക്ക് 30 ഫ്രെയിം പെർ സെക്കൻഡിലും Pro Max ഫോണുകളിൽ 60 ഫ്രെയിം പെർ സെക്കൻഡിലും നമുക്ക് വീഡിയോസുകൾ ഷൂട്ട് ചെയ്യാവുന്നതാണ്. വളരെയധികം സിനിമാറ്റിക് എക്സ്പീരിയൻസോട് കൂടി തന്നെ നമുക്ക് ഷൂട്ട് ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ നോച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നോർമലി ഐഫോണിനകത്ത് എല്ലാം കണ്ടുവരുന്ന ഒരു ടൈപ്പ് പാറ്റേൺ നോച്ചാണ് നമുക്ക് ഈ ഒരു ഫോണിലും കാണാൻ സാധിക്കുക. നോച്ചിനകത്ത് ഒരു വലുതായിട്ടൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. ജസ്റ്റ് നോച്ചിൻ്റെ ആ ഒരു വലിപ്പം കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ സ്ക്രീൻ റേഷ്യോ അവിടെ കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ നോച്ചിനകത്ത് കാര്യമായിട്ടൊന്നും വ്യത്യാസം വരുത്തിയിട്ടില്ല. നോച്ചിനകത്തായാലും ഫേസ് ID സ്കാനറിനകത്തായാലും വലുതായിട്ട് കാര്യമാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല എന്ന് തന്നെയാണ്. എങ്കിൽ പോലും ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് പഴയതിനേക്കാളിലും ഒക്കെ അടിപൊളിയായിട്ട് 15 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു വയർലെസ് ചാർജിങ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു കേസിൻ്റെ കൂട്ടത്തിൽ ഒരിക്കലും നമുക്ക് ചാർജർ ലഭ്യമല്ല. ജസ്റ്റ് അതിൻ്റെ കേബിൾസ് മാത്രമേ നമുക്ക് ലഭിക്കൂ.
ലഭിക്കത്തുമുള്ളൂ. നോർമൽ ചാർജിങ്ങിൽ 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ടഡ് ആണ്. ഫോണിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ച് പറയാം. ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡിസ്പ്ലേ ഇവർ വിശേഷിപ്പിച്ചിരിക്കുന്നത് സൂപ്പർ റെറ്റിന XDR ഡിസ്പ്ലേ എന്നാണ്. പിന്നീട് ഇതിൻ്റെ ഒരു ചിപ്സെറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് തന്നെ ആയിരിക്കും മെയിനായിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത്. സോ ഞാൻ അതുകൊണ്ട് തന്നെ പറയുകയാണ്, ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന A14 ബയോണിക് എന്ന് പറയുന്ന ചിപ്സെറ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം iPhone 11 യൂസ് ചെയ്തിരുന്നത് A13 ബയോണിക് ചിപ്പായിരുന്നു. ഈ ഒരു iPhone 12 സീരീസിനകത്ത് വരുമ്പം A14 ബയോണിക് ചിപ്പാണ്. സോ എനിക്ക് തോന്നുന്നു സ്മാർട്ട് ഫോണുകളുടെ ഈ ഒരു കാലത്ത് ഏറ്റവും പവർഫുള്ളായിട്ട് നിന്ന ഒരു പ്രോസസ്സർ തന്നെ ആയിരുന്നു. ഇനി നമുക്ക് ഫോണിൻ്റെ പ്രൈസ് റേഞ്ചുകളിലേക്ക് പോകാം. ഐഫോൺ മിനിയിലേക്ക് വരുമ്പോൾ 64 GB 70,000 രൂപയ്ക്കും 128 GB 75,000 രൂപയ്ക്കും 256 GB 85,000 രൂപയ്ക്കുമാണ്. അതേപോലെ തന്നെ ഐഫോൺ 12ലേക്ക് വരികയാണെങ്കിൽ 64 GB 80,000 രൂപയ്ക്കും 128 GB 85,000 രൂപയ്ക്കും 256 GB 95,000 രൂപയ്ക്കും ആണ്. ഇനി നമ്മൾ ഐഫോൺ 12 പ്രോയിലേക്ക് വരികയാണെങ്കിൽ പ്രൈസ് റേഞ്ച് കുറച്ച് കൂടുന്നുണ്ട്. 128 GBക്ക് 1,20,000 രൂപയും 256 GBക്ക് 1,30,000 രൂപയും 512 GBക്ക് 1,50,000 രൂപയുമാണ്. ഇനി നമുക്ക് ഐഫോൺ 12 പ്രോ മാക്സിലേക്ക് പോകാം. അതിൽ 128 GBക്ക് 1,30,000 രൂപയും 256 GBക്ക് 1,40,000 രൂപയും 512 GBക്ക് 1,60,000 രൂപയുമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ഇടുക. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരിക്കും. ഇറ്റ്സ് മീ ആശിഷ് ടെക്കി. ടൈം ടു എൻഡ് ദ ഷോ ആൻഡ് ബൈ.